ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ഡക്ക് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കിലോൻ്റെ പാക്കാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് കഴുകി ഒന്ന് സോക്ക് ചെയ്യാനായിട്ടിടാം. അപ്പോൾ ഈ കപ്പ് കൊണ്ട് നമുക്ക് അളന്നെടുക്കാം, കാരണം വെള്ളം കറക്റ്റ് വെക്കേണ്ടതാണ്. ഇപ്പോൾ 1 കപ്പ് നമ്മൾ അളന്നിട്ടു. രണ്ടാമത്തെ കപ്പ് എടുക്കണം. അത് കഴിഞ്ഞ് 3-ാമത്തെ കപ്പ് ഇട്ടു. ഈ കപ്പ് നിറച്ചിടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത കവറും കൂടി പൊട്ടിച്ച് ഈ കപ്പ് ഒന്ന് നിറച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് 4 കപ്പ് അരി ബിരിയാണി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി കുറച്ച് നേരം നമുക്ക് വെള്ളമൊഴിച്ചിടാം. ആ സമയം നമുക്ക് ഡക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ ഡക്കിൽ നമുക്ക് കുറച്ച് സൂപ്പ് എടുക്കണം, കാരണം റൈസിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സവാള ഒന്ന് മൊരിയിച്ചെടുക്കണം. പിന്നെ നമ്മുടെ കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂസും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നമുക്ക് ഡക്ക് വേവുമ്പോൾ ആ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ സവാളയുടെ മൊരിഞ്ഞ സ്മെല്ലും അതുപോലെ കാഷ്യൂസും ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് വറുത്തെടുക്കാം. സവാള നല്ലതുപോലെ ഒരു ഗോൾഡ് ഷെയ്ഡായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂസും കിസ്മിസും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഫ്രൈ ആയി വന്ന് നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേ സെയിം ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഡക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂൺ ഉപ്പും അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഇടുക. തിളച്ചു തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം ഇത് കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ ഇതിലിരുന്ന് വെള്ളം കുറച്ച് ഇറങ്ങി വരും. ആ വെള്ളം ഇറങ്ങി വന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കപ്പ് വെള്ളം എടുത്ത് മാറ്റണം. സൂപ്പ്, ഇതിൻ്റെ ഡക്കിൻ്റെ സൂപ്പ് 1 കപ്പ് എടുത്ത് മാറ്റേണ്ടതാണ്. ആ സൂപ്പ് ഒഴിച്ച് വേണം നമുക്ക് അരി റെഡിയാക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡക്കിൽ നിന്ന് കുറേ വെച്ച് അധികം തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അതിൻ്റെ ആ നെയ്യും സൂപ്പെല്ലാം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് സൂപ്പ് ഇതിൽ നിന്ന് പകർത്തി മാറ്റാം. ഇനി ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡക്ക് വേവാവും. ഒരുവിധം 3/4 ഭാഗം വേവാവും. ആ സമയത്ത് നമുക്ക് ഡക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റൗവിൽ ഇതിന് വേണ്ട മസാലകൾ മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു തവ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 6 സവാളയിൽ ഞാൻ ഒരു 1.5 സവാള
എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് മറ്റേ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടി ഞാനൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 1.5 സവാള, 2 സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗ്രേവി നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ വഴറ്റാനിട്ടിരിക്കുന്ന സവാള എന്തായി നോക്കാം. ഇപ്പോൾ സവാള ഒരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഈ സവാള ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ശരിക്കും അങ്ങ് മൂപ്പിച്ചെടുക്കാം. ശരിക്കും ഒരു ഡാർക്ക് കളർ ആവുന്ന വരെ തന്നെ നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബിരിയാണി മസാല ഇടുന്നതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള എരിവ് അതിനുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 തക്കാളി ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിലേക്ക് തക്കാളി പേസ്റ്റ് മസാലയൊക്കെ മുരിഞ്ഞതിന് ശേഷം മാത്രം ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ശരിക്കും ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ മസാല ഇടുമ്പോൾ അത്രയും അങ്ങ് ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടില്ല. ശരിക്കും ഇതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറി ശരിക്കും ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൈനാപ്പിളിൻ്റെ കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ പൈനാപ്പിളിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ശരിക്കും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. ഈ അരപ്പിൻ്റെ ആ പച്ചമുളക് മാറി ശരിക്കും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഡക്കിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി എല്ലായിടത്തും മസാല ആവണ രീതിയിൽ ഒന്നാക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഡക്ക് വേവിച്ചത്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക.
കൂടെ ഞാനൊരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ഇളം താറാവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം സൂപ്പ് എടുക്കാൻ വേണ്ടി വേവിക്കുമ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു കപ്പ് സൂപ്പ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ മസാലയ്ക്കിട്ട് റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം നറുനെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഏലയ്ക്ക, ഒരു 5-6 കരയാമ്പൂ, ഒരു 1/2 സ്പൂൺ സജീരകം, അതുപോലെ തന്നെ ഒരു ബേ ലീഫും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന സൂപ്പ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമുക്ക് ഒരു 5 കപ്പ് തിളച്ച വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ 6 കപ്പ് വെള്ളം. നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൈസിലേക്ക് വേണ്ട ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കണ ബിരിയാണി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലാണ് നമ്മളിത് വേവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഉരുളിയിലിട്ട് വേവിക്കുന്നതുകൊണ്ടാണ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഒഴിക്കാൻ മാത്രമല്ല, നമ്മളിത് അരി ഒന്ന് കുറച്ച് നേരം സോക്ക് ചെയ്യാനും കൂടി വെച്ചിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെച്ച് വെള്ളം നമ്മൾ ഒഴിക്കണം. അരി കുതിർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. ഇപ്പോൾ നമ്മുടെ റൈസ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആ ബേ ലീഫും അതുപോലെ തന്നെ പട്ടയൊക്കെ എടുത്ത് മാറ്റാം. വശത്ത് കുറച്ചും കൂടി വെള്ളമുണ്ട്. അതുമാത്രമല്ല, നമുക്കിതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മിസ് കൂടി വറുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ചോറ് അടി പിടിച്ചു പോകും. കാരണം ചോറൊക്കെ വെന്ത് പാകമായിട്ടിരിക്കുകയാണ്. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ശരിക്കും വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈസ് കറക്റ്റ് അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. കുറച്ച് യെല്ലോ കളറും അതുപോലെ തന്നെ കുറച്ച് ജിലേബി കളറും ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ സാധാരണ വെക്കുന്ന എല്ലാ റൈസും ഇത് ഞാൻ ചേർക്കാറില്ല. യെല്ലോ കളർ മാത്രം, മറ്റ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് കളറാണ് ചേർക്കാറ്, മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് ഡക്ക് ബിരിയാണി വയ്ക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ 2 കളറും മിക്സ് ചെയ്യുന്നത്. അത് 2 സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നീട് മിക്സ് ചെയ്യുക. അപ്പോൾ വേറിട്ട് കളർ നിന്നോളൂ. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് റെഡിയായി, ഡക്ക് കറി റെഡിയായി. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡക്ക് ബിരിയാണി. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് വിളമ്പാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അതല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.